Hello friends, നമുക്ക് SQL triggers എന്താണെന്ന് നോക്കാം. അപ്പോൾ triggers എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് SQL സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഒരു ട്രിഗറിന് ഒരു ട്രിഗർ നെയിം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റോർ പ്രൊസീജിയർ ആണ്. സ്റ്റോർ പ്രൊസീജിയർ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും, പക്ഷേ ട്രിഗേഴ്സ് നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അത് എന്തെങ്കിലും ഒരു ഇവന്റ്സ് നടക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റാബേസ് അത് കോൾ ചെയ്യും, ആ ട്രിഗർ കോൾ ചെയ്യും. ഓക്കെ, മെയിനായിട്ട് SQL സെർവറിൽ 3 ടൈപ്പ് ഓഫ് ട്രിഗേഴ്സ് ആണുള്ളത്. DML ട്രിഗേഴ്സ്, നെക്സ്റ്റ് വൺ DDL ട്രിഗേഴ്സ്, ലോഗോൺ ട്രിഗേഴ്സ്. ഓക്കെ, DML ട്രിഗേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ് അതൊക്കെയാണ് DML കമാൻഡ്സ് വരുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗേഴ്സ് ആണ് DML ട്രിഗേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ DDL ട്രിഗേഴ്സ് ആണ്. DDL ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അതായത് ടേബിള് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ടേബിൾ ആൾട്ടർ ചെയ്യുമ്പോൾ, ടേബിൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ, കോളംസ് ആഡ് ചെയ്യുമ്പോൾ, കോളംസ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഒക്കെ DDL വരുന്ന ഡാറ്റ ഡെഫിനിഷൻ്റെ സ്ട്രക്ചർ മാറുകയാണ്. ഓക്കെ, അങ്ങനെയുള്ള ട്രിഗേഴ്സ് ആണ് DDL ട്രിഗേഴ്സ്. പിന്നെ ലോഗോൺ ട്രിഗേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ട്രിഗേഴ്സ് ആണ്. സോ ഈ DML ട്രിഗേഴ്സിൽ തന്നെ 2 ടൈപ്പ് ഓഫ്, അതിനെ തന്നെ വീണ്ടും 2 കാറ്റഗറി ആയിരിക്കും. അതായത് ഒന്ന് ആഫ്റ്റർ ട്രിഗറും ഒന്ന് ഇൻസ്റ്റഡ് ഓഫ് ട്രിഗേഴ്സും. അപ്പോൾ ആഫ്റ്റർ ട്രിഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം എന്ത് നടക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ലോജിക്ക് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ കഴിയും. അതേമാതിരി ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഓപ്പറേഷൻസ് നമുക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതേമാതിരി അപ്ഡേറ്റ്, അതായത് ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ഡാറ്റ ഫയർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ലോജിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് ട്രിഗറിലൂടെ ഫയർ ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് ആഫ്റ്റർ ട്രിഗർ എന്ന് പറഞ്ഞാൽ. Okay, this trigger is executed when a table completes an insert, update or delete operation. ടേബിളിലെ ഡാറ്റ ഇൻസേർട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ട്രിഗർ ഫയർ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് DML ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഡ് ഓഫ് ട്രിഗേഴ്സ് ആണ്. അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രിഗറിങ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ഇൻസ്റ്റഡ് ഓഫ് ട്രിഗേഴ്സ് ഫയർ ചെയ്തിരിക്കും. ഓക്കെ, അതിനും 3 ടൈപ്പ് ഓഫ് ട്രിഗേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഡ് ഓഫ് ഇൻസേർട്ട്, ഇൻസ്റ്റഡ് ഓഫ് അപ്ഡേറ്റ്, ഇൻസ്റ്റഡ് ഓഫ് ഡിലീറ്റ്, 3 കാറ്റഗറി ഉണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരോ സെക്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം.